അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ, BJP ജയിച്ചെങ്കിലും ഫലത്തിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. ആ നിലപാടാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിനുള്ളത് ഇപ്പോഴും. അല്ല, അതില് ഒരു കൗതുകകരമായ കാര്യമുണ്ട്. ഇവിടെ ഇപ്പോ ഇവര് പറഞ്ഞത് ഭാരതീയ ജനതാ പാർട്ടിയെ പരാജയപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിച്ചില്ലെങ്കിലും BJPയെ റെസ്ട്രിക്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഇവിടെ നിലപാട് എന്നൊരു വാക്ക് ഉപയോഗിച്ചു. ഞാൻ അത് കുറെ ചർച്ചയിൽ ചോദിച്ചൊരു ചോദ്യമാണ്, വീണ്ടും ചോദിക്കുകയാണ്. ബോംബെയിൽ മഹാരാഷ്ട്രയിൽ ഒരാളുണ്ട് നിങ്ങളുടെ മുന്നണിയിൽ, ഉദ്ധവ് ഠാക്കറെ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തെ കാണുമ്പോൾ ഇവരുടെ നേതാക്കന്മാരാരെങ്കിലും പഴയ ഒരു നിലപാട് ഒന്ന് ഓർമ്മിപ്പിക്കണം, എന്നിട്ട് അതിന് മാറിയിട്ടുണ്ടോ എന്ന് ചോദിക്കണം. അതായത് 1992 ഡിസംബർ മാസം 6-ാം തീയതി അയോധ്യയിൽ തർക്കമന്ദിരം തകർക്കപ്പെട്ടു. ആ സമയത്ത് അടൽ ബിഹാരി വാജ്പേയിയും ലാൽകൃഷ്ണ അഡ്വാനിജിയും പറഞ്ഞത് എന്താ അറിയാം? ചെയ്തത് തെറ്റായിപ്പോയി, കോടതിക്ക് കൊടുത്ത ഉറപ്പ് പാലിക്കേണ്ടതായിരുന്നു. അതായത് തർക്കമന്ദിരത്തിന് പോറൽ പറ്റില്ല എന്ന് കോടതിയിൽ ആ രീതിയിൽ കരസേവ നടത്തിക്കോളാമെന്ന് കോടതിക്ക് കൊടുത്ത ഉറപ്പ് പാലിക്കേണ്ടതായിരുന്നു. അന്ന് ബാലാസാഹിബ് താക്കറെ എന്ന് പറയുന്ന ശിവസേനയുടെ അന്നത്തെ പരമോന്നത നേതാവ്, അതായത് ഉദ്ധവ് ഠാക്കറെയുടെ പിതാവ്, അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത്, ഞാൻ അഭിമാനിക്കുന്നു, ഈ തർക്കമന്ദിരം തകർത്തവരിൽ ഞാൻ അഭിമാനിക്കുന്നു. അതെന്റെ കുട്ടികളാണ് ചെയ്തത്, ഞാൻ അവരെ ഓർത്ത് അഭിമാനിക്കുന്നു. അത് വാജ്പേയിയും അഡ്വാനിജിയും അത് നിയമം ലംഘിക്കപ്പെട്ടു, സുപ്രീം കോടതിക്ക് കൊടുത്ത ഉറപ്പ് ലംഘിക്കപ്പെട്ടു എന്ന് പറഞ്ഞ അത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അഭിമാനിക്കുന്നു, എന്റെ കുട്ടികളാണ് അത് ചെയ്തത് എന്ന് പറഞ്ഞ ബാലാസാഹബ് താക്കറെയുടെ മകനാണ് ഉദ്ധവ് ഠാക്കറെ. ഈ കോൺഗ്രസ്സുകാരും ഇവിടുത്തെ ഇടതുപക്ഷവും ഇപ്പോ അങ്ങോട്ട് ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങോട്ട് ചോദിക്കണം, അച്ഛന്റെ നിലപാട് താങ്കൾ മാറ്റിയോ? താങ്കൾ അതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? അച്ഛന്റെ നിലപാട് തെറ്റാണ് എന്ന് താങ്കൾ പറയാൻ തയ്യാറാണോ ചോദിക്കണം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഉദ്ധവ് ഠാക്കറെയുടെ ശിവസേനയുടെ നിലപാട് തർക്കമന്ദിരം തകർക്കപ്പെടേണ്ടതായിരുന്നു. അത് കോടതിക്ക് കൊടുത്ത ഉറപ്പ് ലംഘിച്ചിട്ടാണെങ്കിലും തകർക്കപ്പെടേണ്ടതായിരുന്നു എന്ന അതേ നിലപാടുകാരാണ് അവരിപ്പോൾ. ആ പാർട്ടിയാണ് ഈ മുന്നണിയിലെ ഒരു പ്രധാന ഘടകകക്ഷി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 2 അക്ക സംഖ്യ കിട്ടിയത് 2 സംസ്ഥാനത്തിനാണ്, ഒന്ന് കേരളത്തിനും ഒന്ന് ഉദ്ധവ് ഠാക്കറെയുടെ സഹായത്തോടെ മഹാരാഷ്ട്രയിൽ. ഇതാണ് ഇവരുടെയൊക്കെ ഒരു നിലപാട്. പിന്നെ അയോധ്യയിൽ തോറ്റതിനെ പറ്റി പറഞ്ഞു. 1993 തർക്കമന്ദിരം തകർന്നതിന് ശേഷം നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇതേ അയോധ്യ അസംബ്ലി സീറ്റിൽ ഇപ്പോൾ ലോകസഭയിലേക്ക് മത്സരിച്ച തോറ്റ BJP സ്ഥാനാർത്ഥി ലല്ലു സിംഗ് ഇതേ അസംബ്ലി സീറ്റിൽ MLA ടിക്കറ്റിന് മത്സരിച്ച് തോറ്റതാണ്. ഇതേ ലല്ലു സിംഗ് ആയിരുന്നു അന്ന് MLA. അദ്ദേഹം തോറ്റുപോയി 93-ൽ. അതിനുശേഷം 2004-ലും 2009-ലും അയോധ്യയിൽ തോറ്റു, അതായത് ഫൈസാബാദിൽ തോറ്റു. അപ്പൊ തർക്കമന്ദിരം തകർത്തതിന് ശേഷം 2 തവണ അവിടെ ലോക്സഭയിലേക്ക് തോറ്റിട്ടുണ്ട്, 1-2 തവണ നിയമസഭയിലും തോറ്റിട്ടുണ്ട്. ഇപ്പൊ ഈ അയോധ്യ അല്ല ഈ കാര്യങ്ങൾ. എനിക്കിന്നും ഓർമ്മയുണ്ട്, 1998-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ BJPയുടെ സഞ്ജയ് സിംഗ് വിജയിച്ചു. പക്ഷെ അയോധ്യയിൽ അന്നത്തെ BJPയുടെ നേതാവ് വിനയ് കത്യാർ തോറ്റുപോയി. അപ്പൊ ഇതൊക്കെ ഉത്തർപ്രദേശിൽ ഇങ്ങനെ പലതും സംഭവിക്കും. കാരണം അവർ ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ചവരാ, അവര് വളരെ വിചിത്രമായ രാഷ്ട്രീയ സ്വഭാവം കാണിക്കുന്നവരാണ്. അപ്പൊ അതല്ല ഇവിടത്തെ കാര്യങ്ങൾ. കാരണം ഇവിടെ ഒരു വിഷയം നാം മനസ്സിലാക്കേണ്ടത്, എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് കൊടുത്തത്. ഇപ്പൊ ഇന്ന് ഒരു വാർത്താ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഒരു വീഡിയോ സഹിതം. എന്താണ്? ഒരു ലക്നൌവിലെ കോൺഗ്രസ് ഓഫീസിലേക്ക് സ്ത്രീകൾ വരികയാണ്. നിങ്ങൾ പറഞ്ഞ 1 ലക്ഷം രൂപയുടെ ഗ്യാരണ്ടി എവിടെയെന്ന് ചോദിച്ചു. ഇവർ 1 ലക്ഷം രൂപ ഗ്യാരണ്ടി പറഞ്ഞിരിക്കുന്നത് എവിടെ? എന്താ ഇവരൊക്കെ ബാംഗ്ലൂരിൽ, കർണാടകയിൽ പല ഗ്യാരണ്ടിയും കൊടുത്തു. അവസാനം ബാംഗ്ലൂർ റൂറൽ മണ്ഡലത്തിൽ DK ശിവകുമാറിന്റെ അനിയൻ DK സുരേഷ് കുമാർ തോറ്റു. ഇതാണ് സ്ഥിതി. നിങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിൽ ചെയ്യാൻ പറ്റാവുന്നതേ പറയാൻ പാടുള്ളൂ. 1 ലക്ഷം രൂപ കൊടുക്കാം, 8500 മാസം കൊടുക്കാം. 8500 രൂപ മാസം കൊടുത്താൽ ഈ രാജ്യത്തിന്റെ ഖജനാവ് പൂട്ടിപ്പോവും.
അപ്പൊ ഇങ്ങനത്തെ കുറെ വാഗ്ദാനങ്ങൾ കൊടുത്ത് കുറെ വോട്ട് വാങ്ങി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇതൊക്കെ അങ്ങനെയാണെങ്കിൽ കർണാടകയിൽ 10-25 സീറ്റ് കോൺഗ്രസിന് കിട്ടണം. അത്ര വാഗ്ദാനങ്ങൾ, അത്ര കാര്യങ്ങളാ ചെയ്യുന്നത്. ഇതൊന്നും നടക്കാത്ത കാര്യമാണ്. 9 സീറ്റാ കർണാടകയിൽ കിട്ടിയത്, ഡബിൾ ഡിജിറ്റ് പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ താൽക്കാലികമായി നേട്ടം കിട്ടും ഇങ്ങനത്തെ വാഗ്ദാനങ്ങൾ കൊടുത്താൽ. പക്ഷെ ഇതൊന്നും ശാശ്വതമല്ല എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അല്ല, ഈ 15 ലക്ഷം എന്താ സലീം മടവ് പറ 15 ലക്ഷം എല്ലാ അക്കൗണ്ട് കൊടുക്കുമെന്ന് BJP പണ്ട് പറഞ്ഞിരുന്നു. അതുപോലെയാണ്. അത് ഇംഗ്ലീഷ്, അത് ഹിന്ദി അറിയാത്തതിന്റെ കുഴപ്പം. ഞാൻ വിചാരിച്ച നിവൃത്തിയില്ല. യെസ്, ഓക്കെ. ഡോക്ടർ GV ഹരി, സുരേഷ് ഗോപിയുടെ വിജയം അതൊരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP ഒന്നാമതായി വന്നിട്ടുണ്ട്. 8 നിയമസഭാ മണ്ഡലങ്ങളിൽ, തിരുവനന്തപുരം ജില്ലയിലെ അടക്കം 8 നിയമസഭാ മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തും വന്നിട്ടുണ്ട്. BJPയുടെ വളർച്ചയെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? BJP വളരുകയാണെങ്കിൽ അത് കോൺഗ്രസിനല്ലേ ക്ഷീണം ഉണ്ടാക്കുക? അല്ല, ഞാൻ ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പേ അപ്പോൾ ഞാനതിലേക്ക് തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ശ്രീത്ത് പറഞ്ഞ ഒരു കാര്യത്തിന് അതിനൊരു എൻ്റെ ഒരു വിലയിരുത്തൽ, അദ്ദേഹം BJPയുടെ ഒരു വളർച്ച അല്ലെങ്കിൽ BJPയുടെ ഒരു രാജ്യത്തുണ്ടായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് വിശകലനം നടത്തിയപ്പോൾ പറഞ്ഞിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന്, എന്ത് മാറ്റമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്? ഇപ്പോൾ നേരത്തെ ഭരിച്ചുകൊണ്ടിരുന്ന BJP തന്നെയല്ലേ ഇപ്പോൾ ഭരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. ചെറിയ വ്യത്യാസമുള്ള വിഷയത്തിൽ അത് ഇതാണ്. 2014 BJP അധികാരത്തിൽ വരുമ്പോൾ BJPക്ക് മാത്രമായി അവർക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതെ, കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. 282 എന്നാണ്. ആ 282 സീറ്റ് 2014 അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങളുടെ സീറ്റ് എന്ന് പറയുന്നത് 44 എന്നാണ് എൻ്റെ ഓർമ്മ, 44. 2019 വരുമ്പോൾ അവിടെ 303 ആയിട്ടുള്ള കേവല ഭൂരിപക്ഷം BJPക്ക് മാത്രമുണ്ട്. രണ്ടാമത് ഞങ്ങൾക്കന്ന് 52 ഉള്ളൂ. അപ്പം അവിടെ നിന്ന് നമ്മൾ 2024 എത്തുമ്പോൾ BJPക്ക് ഉണ്ടായൊരു മാറ്റം, BJPക്ക് ഇപ്പോൾ കേവല ഭൂരിപക്ഷം ഇല്ല എന്നും ഞങ്ങൾക്ക് 99 സീറ്റ് ഉണ്ടും എന്നുള്ളതാണ്. അതൊരു പ്രധാനപ്പെട്ട മാറ്റമാണ്. എന്താണെന്നറിയോ, കഴിഞ്ഞ 2 ടേമിലും നിയമപരമായി പാർലമെൻറ്റിലെ നിയമങ്ങൾക്ക് പ്രകാരം 55 സീറ്റുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമേ പ്രതിപക്ഷ നേതാവ് ഉണ്ടാവുകയുള്ളൂ. പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷക്കാലമായി രാജ്യത്തിന് പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നില്ല. പ്രതിപക്ഷ നേതാവ് ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ, പല കാര്യങ്ങളിലും ഏകപക്ഷീയമായിട്ട് സർക്കാരിനും പ്രധാനമന്ത്രിക്കും അതുമായി ബന്ധപ്പെട്ടുള്ള മന്ത്രിമാർക്കും തീരുമാനമെടുക്കാൻ കഴിയും. താങ്കൾക്ക് തന്നെ അറിയാവുന്നതുപോലെ പല നിയമനങ്ങളിലും പ്രതിപക്ഷ നേതാവിൻ്റെ സാന്നിധ്യം വളരെ സുപ്രധാനമായിട്ടുള്ള സാന്നിധ്യം, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പല നിയമനങ്ങളിലും. അത് കഴിഞ്ഞ 10 വർഷക്കാലം ഉണ്ടായിരുന്നില്ല. ഇതാണ് രാജ്യത്തുണ്ടായ ഏറ്റവും വലിയ മാറ്റം. രാജ്യത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഭരണമൊക്കെ BJP തന്നെ കൊണ്ടുപോകുമെങ്കിൽ പോലും ഇവിടെ ഉണ്ടാകുന്നൊരു മാറ്റം അത്ര എളുപ്പത്തിലാവില്ല. എന്നിട്ട് അതിന് മറുപടിയും ശ്രീത്ത് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ അത് അംഗീകരിക്കുന്നു. കഴിഞ്ഞ തവണത്തെ പോലെ ഏകപക്ഷീയമായി BJPക്ക് ഒരു തീരുമാനം സ്വന്തം ക്യാമ്പിൽ പോലും എടുക്കാൻ കഴിയില്ല. അവിടെ തിരുത്തൽ ശക്തിയായി TMCയും അതോടൊപ്പം തന്നെ JDUവും ഉണ്ട് എന്നുള്ളൊരു കാര്യവും ഉണ്ടായതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. അതൊന്ന്. 2, അദ്ദേഹം പറഞ്ഞു എന്നാണ് കോൺഗ്രസ്സിന് ഈ ആളുകളോട് അല്ലെങ്കിൽ ഇതിൻ്റെ അണികൾ നമ്മൾക്കറിയാം കൂടെയുള്ളവരോട് പുച്ഛം. ഞാനൊരു പുച്ഛത്തരത്തിലല്ലത് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അങ്ങനൊരു അവസ്ഥ, അതാണ് ഞാൻ കാണിച്ചത്. അതിനുള്ള കാരണം ഇതാണ്. 282, 303 ഇപ്പോൾ അവർക്ക് കാത്തു നിൽക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അല്ലെങ്കിൽ അവരെ NDA, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, പത്രങ്ങളൊക്കെ 240 ചെറിയൊരു സംഖ്യയാണോ? എന്താ 240? അല്ല, ഞാനത് കുറച്ച് കാണുകയല്ലെന്നേ. ഞാൻ കേവല ഭൂരിപക്ഷം 10 വർഷക്കാലമായി കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക്, അത് മൂന്നാമത് ചരിത്രത്തിൽ അതൊന്നും നിഷേധിക്കുന്നില്ല. പക്ഷേ ഇവിടെ മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് ഏറ്റവും വലിയ മാറ്റം. ഒരു പ്രതിപക്ഷം ഉണ്ടായിരിക്കുന്നു, പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അത് നിയമപരമായി പാർലമെന്റിൽ 55 സീറ്റ് എന്നതാണല്ലോ, അറിയാമല്ലോ അതിനെക്കുറിച്ച്. അപ്പോൾ അതുണ്ടായിരിക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതാണ് രാജ്യത്തെ ജനങ്ങൾ കൊടുത്തിരിക്കുന്ന ഒരു വലിയ മാൻഡേറ്റാണത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ശ്രീ പത്മനാഭൻ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ പോലെ നോക്കൂ, ഇവിടെ സീറ്റുകളുടെ എണ്ണം 2 അക്കം കടന്നത് കേരളത്തിലും അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലുമാണ് എന്ന് പറഞ്ഞു. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ കുറഞ്ഞുപോയി എന്നുള്ളതാണ്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശ്രീ പത്മനാഭൻ, താങ്കളുടെ ഒരുപാട് മന്ത്രിമാർ, കേരളത്തിലെ കാര്യം പോട്ടെ, കേരളത്തിലെ കാര്യങ്ങൾ പോട്ടെ, 2 മന്ത്രിമാർ തിരുവനന്തപുരത്തും അതോടൊപ്പം തൊട്ടടുത്ത് ആറ്റിങ്ങലിലും പരാജയപ്പെട്ടിരിക്കുന്നു. ഇനി എന്തിനേറെ പറയുന്നു, രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ച മന്ത്രിയുണ്ടല്ലോ, ഇപ്പോൾ തോറ്റുപോയി. എത്ര ലക്ഷം വോട്ടിനാണെന്നറിയാമോ? കിഷോരി ലാലിൻ്റെ മുമ്പിൽ തോറ്റുപോയിരിക്കുകയാണ്. അത് രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടി വന്നില്ല അവിടെ.
അവിടെ രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ്. അപ്പുറത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിവിടെ സുഹൃത്ത് സലീം മടവൂർ അത് കൃത്യമായി ചൂണ്ടിക്കാണിച്ചു. ഞാൻ ഈ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് വാരണാസിയിൽ പോകുന്ന ഒരാളാണ്, അവിടെ കാശിയിൽ പോകുന്ന ഒരാളാണ്. അവിടെ കഴിഞ്ഞ 5 വർഷക്കാലമായി ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ നേരിട്ട് കണ്ട ഒരാളാണ്. അവിടെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ ആ പരിസരത്തും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ അതിഭീകരമാണ്. അതിനകത്ത് അങ്ങനെ ഒരു വികസനം ഇല്ലായ്മ എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ കുറേ കുറവുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വികസനത്തിൻ്റെ പേരിൽ ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് സ്ഥലങ്ങളും ഒക്കെ ഇടിച്ചു കളഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവിടെ ഉണ്ടായിട്ടുള്ള വലിയ മാറ്റം കഴിഞ്ഞ 5 വർഷക്കാലം രാജ്യത്തിൻ്റെ പണത്തിൻ്റെ അല്ലെങ്കിൽ ഫണ്ടിൻ്റെ ഒരു നല്ല ശതമാനം BJP പ്രധാനമന്ത്രി അവിടെ ചെലവഴിച്ചിട്ടുണ്ട്. വലിയ വികസനം കൊണ്ടുവന്നിട്ട് പോലും രാജ്യത്തിൻ്റെ അടുത്ത പ്രധാനമന്ത്രിയാകാൻ പോകുന്ന 400 സീറ്റുകൾ പറഞ്ഞിരുന്ന പ്രധാനമന്ത്രി വിജയിച്ചത് 1,57,000 ചില്ലുവാനം വോട്ടുകൾക്കാണ്. ഇവിടെ നിങ്ങൾ കളിയാക്കിയിരുന്ന ശ്രീ രാഹുൽ ഗാന്ധി നോക്കൂ, മനുഷ്യർ മനസ്സിലാക്കേണ്ടത് സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും വിജയിച്ച ഏക നേതാവ് അദ്ദേഹമാണ്. ഈ സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും അദ്ദേഹം വിജയിച്ചു. അത് വിജയിച്ച ചില്ലറ വോട്ടിനല്ല, ഒരിടത്ത് അദ്ദേഹം വിജയിച്ചത് 3,90,000 വോട്ടിനാണ്. അദ്ദേഹം അവിടെ ജയിച്ചത് 3,90,000 വോട്ടിലാണ്. ഇനിയിപ്പോ സൗത്തിനെയാണോ തഴയാൻ പോകുന്നത്? അത് രണ്ടാമത്തെ കാര്യം അനിൽ. ഞാനിവിടെ പറയുന്നത് അത് മലയാളികളോട് തീർച്ചയായിട്ടും പറയുമല്ലോ. അതിലൂടെ ഒരു സീറ്റല്ലേ നിൽക്കാൻ ലെറ്റ് മീ കംപ്ലീറ്റ്. ഞാൻ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. 3,60,60,000 വോട്ടിന് വയനാട്ടിൽ അദ്ദേഹം വിജയിച്ചിരിക്കുന്നു. നോക്കൂ, രണ്ടിടത്തും. അപ്പം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി 10 വർഷക്കാലം ഭരിച്ചിട്ട് അദ്ദേഹത്തിന് 1,57,000 ഇത്രയും വികസനം അവിടെ കൊണ്ടുവന്നിട്ട് അവിടുത്തെ ജനങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ മാറി ചിന്തിച്ചു എന്നത് പരിശോധിക്കണ്ടേ? അതോടൊപ്പം തന്നെ സ്മൃതി ഇറാനിയെ പോലുള്ള ഒരു മന്ത്രി അവിടെ പരാജയപ്പെടുന്നത് 1.5 ലക്ഷം വോട്ടിന്റെ പരാജയപ്പെടുമ്പോൾ അത് BJP ആലോചിക്കണ്ടേ? BJPക്ക് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് BJPയോടുള്ള താല്പര്യത്തിലുണ്ടായ മാറ്റത്തെക്കുറിച്ച് നമ്മൾ കാണണ്ടേ? ഡോക്ടർ ഹരി, അതിന്റെ പ്രധാന കാരണം, അതായത് BJP വീണ്ടും അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഭരണഘടന പൊളിച്ചെഴുതും. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി. അത് തെരഞ്ഞെടുപ്പിൽ മുദ്രാവാക്യമായിട്ട് ഉയർത്തി. രണ്ടാമത് ജാതി സെൻസസ് അത് മുന്നോട്ട് വെച്ചു. അതിന്റെ തിക്തഫലം അത് ഉണ്ടായി അല്ലാതെ നരേന്ദ്രമോദിയിലുള്ള വിശ്വാസം ഉത്തർപ്രദേശിലുള്ളവർക്ക് വാരണാസിയിലുള്ളവർക്ക് നഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നില്ല. തിക്തഫലം എന്നല്ല, അത് യാഥാർത്ഥ്യം ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള. ഇത് എനിക്കറിയില്ല, UP തന്നെ ഒരു മണ്ഡലത്തിൽ ആണെന്ന് തോന്നുന്നു, മുസ്ലിങ്ങൾ മാത്രമുള്ള വോട്ടർമാർ മാത്രമുള്ള ഒരു സ്ഥലത്ത് അവിടെ 530 വീടുകളോ മറ്റോ നിർമ്മിച്ചു കൊടുത്തു. അവിടെ BJP സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ട് പോലും കിട്ടിയില്ല. അല്ല, ഞാനതിനെ ഇതുവരെയും അത്തരത്തിൽ കണ്ടിട്ടില്ല. അതായത് ഒരു മതപരമായ രീതിയിൽ വേർതിരിച്ച്. അതുപോലെ വേറൊരു കാര്യം, ഇപ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വോട്ട് ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും അദ്ദേഹത്തിൻ്റെ മേധാവിത്വം നിലനിർത്താൻ സാധിച്ചു. അല്ല, തിരിച്ചടി ഉണ്ടായത് ഗുരുവായൂരാണ്. അല്ല, ആയിക്കോട്ടെ, അദ്ദേഹത്തിന് വോട്ട് കുറഞ്ഞു. എന്താ? അല്ല, ഞാൻ അതിലേക്കാണ് വരുന്നത്. അല്ല, ചോദ്യത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഈ പറഞ്ഞ ഈ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇത്രയും മന്ത്രിമാരുടെ തോൽവി, പ്രധാനമന്ത്രിയുടെ വോട്ട് കുറഞ്ഞതുമായി ബന്ധപ്പെട്ട കാര്യം, വാരണാസി പോലൊരു സ്ഥലത്ത് പ്രധാനമന്ത്രിക്ക് ഉണ്ടായിട്ടുള്ള കുറവിനെ കുറിച്ച് ഇതൊക്കെ പരിശോധിക്കേണ്ടതാണ്. പിന്നെ ശ്രീ പത്മനാഭൻ പറഞ്ഞതുപോലെ ഞങ്ങൾ പറഞ്ഞ കാര്യം നടപ്പാക്കാൻ കഴിയില്ല. അല്ല, ഒറ്റ കാര്യം കൂടി, ഈ 2 മന്ത്രിമാരുണ്ടല്ലോ, രാജീവ് ചന്ദ്രശേഖറും അതുപോലെ V മുരളീധരനും പൊരുതിയാണ് തോറ്റത്. അല്ലാതെ പറയാൻ പറ്റുമോ? ശക്തമായ ത്രികോണ മത്സരമാണ് ആറ്റിങ്ങലിൽ നടന്നത്. കേരളത്തിൽ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരമാണ് ആറ്റിങ്ങലിൽ നടന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിനെ കുറച്ച് അതേപോലെ ശശി തരൂരിന് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തി ആണ് രാജീവ് ചന്ദ്രശേഖരൻ. അദ്ദേഹത്തിന് ഇതൊന്നും ഞാനില്ല എന്ന് പറഞ്ഞില്ല. ഞാൻ കഴിഞ്ഞ ചർച്ചയിലും തിരുവനന്തപുരത്ത് ശശി തരൂർ വിജയിക്കുമെന്ന് 100% അനിലോട് വാദിച്ച ആളാണ്. അറിയാമല്ലോ, അതവിടെ നിൽക്കട്ടെ. ഞാൻ അദ്ദേഹം പറഞ്ഞതിനോട് മറുപടി പറയേണ്ടതുണ്ട്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, നടപ്പാക്കാൻ കഴിയാത്ത കാര്യം. അങ്ങ് പോയി കർണാടകത്തിൽ അത് പരിശോധിച്ച് നോക്കണം. കർണാടകത്തിൽ ഇതൊന്നും നടപ്പാക്കാത്തത് കൊണ്ട് വോട്ട് കുറഞ്ഞൊന്നുമല്ല, നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. ഇവിടെയും ആ ഗ്യാരണ്ടി പറഞ്ഞു. 5 ന്യായങ്ങളെ കുറിച്ച് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ്. ഇത് കേട്ടിട്ട് അദ്ദേഹം അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ പറഞ്ഞത് ശരിയാണ്. അതിന്റെ വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ വാഗ്ദാനം കൊടുക്കുന്നു, രാവിലെ തൊട്ട് ഇറങ്ങിയിരിക്കുക ആളുകൾ പൈസ വാങ്ങാൻ. UP-ലെ കാര്യമല്ലേ പറഞ്ഞത്? അത് UP-ലെ കാര്യം അദ്ദേഹം പറഞ്ഞത്. കർണാടകത്തിലും സമാനമായിട്ടുള്ള അത് UP-യിൽ ആളുകളോട് ചെന്ന കാര്യം ഞാൻ കണ്ടില്ല. അങ്ങനെ ഒരു കാര്യം അദ്ദേഹം കണ്ടതാ എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അത് അവിടെ നിൽക്കട്ടെ, എന്നെ മറുപടി പറയാൻ സമ്മതിക്കുക. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഈ ഭരണഘടനയെ ഇല്ലാതാക്കി കളയും എന്ന് പറഞ്ഞത് ഞങ്ങൾ ആരോപണം മാത്രമല്ല, അതിനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങൾക്കും വിരുദ്ധമായിട്ടുള്ള ഒരുപാട് നിയമങ്ങൾ ഇവിടെ പാസ്സാക്കിയതുകൊണ്ടാണ് പറഞ്ഞത്. അത് പാർലമെന്റിൽ ചർച്ച ചെയ്യാതെ
ഇനിയേ നടക്കില്ല, ഒരു സംശയവും വേണ്ട ആ കാര്യത്തിനകത്ത്. കാരണം അവിടെ അത് ചോദ്യം ചെയ്യാൻ BJP ക്യാമ്പിൽ തന്നെ ആളുണ്ട്. ഒന്ന്, രണ്ടാമത്തെ കാര്യം ശക്തനായൊരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതവിടെ നിൽക്കട്ടെ. ഇനി അനിൽ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. കേരളത്തിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്കൊരു പരാജയ ഭീതിയുമില്ല. കാരണം ഞങ്ങൾക്കൊരു ക്ഷീണം ഉണ്ടായിട്ടില്ല. അത് ശ്രീ സലീം മടവൂരിൻ്റെ പാർട്ടി അത് ശ്രദ്ധിക്കുമെന്നാണ്. ഞാൻ തൃശ്ശൂരിലെ കാര്യം പറയാം. തൃശ്ശൂരിലെ കണക്ക് എൻ്റെ കയ്യിലുണ്ട്. എന്താണ് തൃശ്ശൂരിൽ സംഭവിച്ചത് എന്നുള്ളതിൻ്റെ കണക്കുകൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ 1,47,465 വോട്ടിനാണ് ഇത്തവണ ശ്രീ സുരേഷ് ഗോപി അവിടെ വിജയിച്ചിരിക്കുന്നത്. അതായത് 2024 അദ്ദേഹത്തിന് 4,12,338 വോട്ടുകൾ അവിടെ അദ്ദേഹം കിട്ടിയാണ് ജയിച്ചത്. 70,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. 2021 ഒരു ചെറിയ കണക്ക് ഞാൻ പറയാം. നമ്മുടെ നിയമസഭയുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പിൽ അതിലേക്ക് വരുമ്പോൾ 21 തെരഞ്ഞെടുപ്പിൽ UDF അവിടെ കിട്ടിയത് 3,52,788 വോട്ടുകളാണ്. അവിടെ LDF കിട്ടിയത് 4,85,117 വോട്ടാണ്. അവിടെ ആ സമയത്ത് BJP കിട്ടിയ വോട്ട് 2,80,50,50 വോട്ടുകളാണ്. മനസ്സിലായിക്കോണം. ഇത് രണ്ടും കൂടി ഒന്ന് കുറച്ച് നോക്കിയാൽ 3,52,788 3,28,124 വോട്ടും കൂടെ കുറച്ചാൽ 24,664 വോട്ടിന്റെ കുറവേ ഞങ്ങൾക്ക് വരുന്നുള്ളൂ. മനസ്സിലായോ? ഈ 2021-ലെയും 2024-ലെയും ഈ വോട്ട് അതിൻ്റെ വോട്ടുകൾ നമ്മളൊന്ന് കുറച്ച് നോക്കി 24,664 വോട്ടിൻ്റെ കുറവ് വരുമ്പോൾ ഏകദേശം 1,47,465 വോട്ടിൻ്റെ കുറവ് LDF-ന് ഉണ്ടായിരിക്കുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. 2021 നിന്ന് നോക്കൂ. ഇനി അവിടെ ഇത് മാത്രമല്ല, തൃശ്ശൂരിൽ LDF വിജയിച്ച നോക്കൂ കേൾക്കൂ. ഈ തൃശ്ശൂരിൽ LDF വിജയിച്ച 7 മണ്ഡലങ്ങളിലും അതിൽ 6-ലും BJP ലീഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞങ്ങൾ ജയിച്ച സ്ഥലത്തല്ല, അവിടെ LDF. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ കുറവുകൾ, ഇനി തിരുവനന്തപുരത്തിൻ്റെ ഉദാഹരണം പറയാം. ഞാനത് അനിൽ നയിച്ചിട്ടുണ്ട്, ഒന്ന് പരിശോധിച്ചാൽ അറിയാം. തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് MLA LDF-ൻ്റെയാണ്, വട്ടിയൂർക്കാവിൽ MLA LDF-ൻ്റെതാണ്. ഞങ്ങൾക്ക് ആകപ്പാടെ ഉള്ളത് നിങ്ങൾക്കറിയാമല്ലോ, കനലൊരു തരി എന്ന് പറഞ്ഞതുപോലെ കാട്ടാക്കട LDF ആണ്. ഇവിടെ എല്ലാമാണ് ഏറ്റവും കൂടുതൽ വോട്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖറിന് കിട്ടിയിട്ടുള്ളത്. അതിന്റെ കണക്ക് ഞാൻ അനിലിന് അയച്ചിട്ടുണ്ട്. ആ കണക്ക് ഞാനൊന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും ചർച്ചയുടെ ഭാഗമായിട്ട് ആ ഒരു പോയിന്റ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കഴക്കൂട്ടത്ത് ശശി തരൂരിന് 39,602 വോട്ട് കിട്ടുമ്പോൾ രാജീവ് ചന്ദ്രശേഖറിന് കിട്ടിയത് LDF-ന്റെ MLA ഉള്ള സ്ഥലത്ത് കിട്ടിയത് 50,444 വോട്ടാണ്. 50,444 വോട്ട് കിട്ടുന്നു. ഇനി വട്ടിയൂർക്കാവിൽ അവിടെ പ്രശാന്ത് LDF-ന്റെ MLA ഉള്ള സ്ഥലത്ത് ശശി തരൂരിന് 44,863 വോട്ട് കിട്ടുമ്പോൾ രാജീവ് ചന്ദ്രശേഖറിന് കിട്ടുന്ന വോട്ട് 53,025 വോട്ടാണ്. ഇനി നേമം നിയോജക മണ്ഡലത്തിൽ V ശിവൻകുട്ടി അവിടെ LDF-ന്റെ MLA ഉള്ള സ്ഥലത്ത് അവിടെ 61,227 വോട്ട് കിട്ടുമ്പോൾ നിങ്ങൾ ഓർക്കണം, എവിടെയാണ് ഞങ്ങൾക്കാണോ കുറവ് സംഭവിക്കുന്നത് കേരളത്തിൽ, അതോ LDF ആണോ ശോഷിക്കുന്നത് BJP വളരുമ്പോൾ എന്നുള്ളത് പരിശോധിക്കാനുള്ള അവസരമാണ്. ഇവിടെ കോവളത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ശശി തരൂരിന് 64,042 വോട്ട് കിട്ടുമ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ അവിടെ കിട്ടിയത് 47,376. അവിടെയാണ് ഞങ്ങൾക്കൊരു MLA ഉള്ളത്. അപ്പം അങ്ങനെ ഇതൊരു കണക്കടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ LDF എന്ന് പറയുന്ന പാർട്ടി ശോഷിക്കുമ്പോഴാണ് BJP വളരുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തിരുവനന്തപുരത്തും തൃശ്ശൂരിലുമുണ്ട് എന്നുള്ളത് ഞാൻ കണക്ക് സഹിതം പറയുകയാണ്. അപ്പം ഞങ്ങൾക്ക് ഇതിനകത്ത് പേടിയൊന്നുമില്ല. അതുകൊണ്ടാണ് ജനങ്ങൾ 18 സീറ്റുകൾ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ആ 18 സീറ്റുകൾ ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനകത്ത് ക്ഷീണമൊന്നുമില്ല. LDF അത് തിരുത്തണം. LDF ഒന്നുകൂടെ ഒരു വിചിന്തനം നടത്തണം. CPM പ്രത്യേകിച്ച് ഒരു വിചിന്തനം ആ കാര്യത്തിൽ നടത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. മാരത്തോൺ യോഗം നടക്കാൻ പോവാണ്. നടക്കട്ടെ, അതൊക്കെ അത് അവരുടെ കാര്യമാണ്. പക്ഷേ ഞങ്ങൾക്ക് അതിനകത്ത് ഒരു ക്ഷീണമൊന്നുമില്ല ആ കാര്യത്തിൽ. അല്ല, പക്ഷേ എങ്കിലും പറയുന്നത് നിലപാട് മാറ്റില്ല എന്നല്ലേ? അത് അതിന്റെ ബുദ്ധിമുട്ടാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തിരുത്തേണ്ടത് പിണറായിയാണ്. ഞാൻ പറയട്ടെ, പാർട്ടി CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ വ്യക്തിയിൽ വിശ്വസിക്കുന്നില്ലല്ലോ. അവർ ആ പാർട്ടിയിൽ തിരുത്തൽ വരുത്തേണ്ടതുണ്ട്. കേരളത്തിലെ ജനങ്ങൾ, നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ പിണറായി വോട്ട് ചെയ്യുന്ന ബൂത്തില് K സുധാകരനാണ് കൂടുതൽ. 1,00,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കണ്ണൂരിൽ വിജയിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഏറ്റവും കൂടുതൽ CPM-കാരുള്ള ഏറ്റവും കൂടുതൽ. ഇനി വടകര ഉദാഹരണം വടകര പറയാം. വടകരയിൽ നമുക്കറിയാവുന്നതുപോലെ ഷാഫി പറമ്പലിന്റെ ഭൂരിപക്ഷം എത്രയാണ്? ആരായി ഭൂരിപക്ഷം കൊടുത്തിട്ടുള്ള അവിടെ കോൺഗ്രസ്സുകാരാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തിരുത്താൻ തയ്യാറായില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കത് ഗുണം ചെയ്യും, ഒരു സംശയവും വേണ്ട. 2026 ഞങ്ങൾക്കത് വളരെയധികം ഗുണം ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ തിരുത്തലിന് CPM-ഉം അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും തയ്യാറാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആണ്.
അല്ലാതെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അങ്ങനെ ഒരു അഭിപ്രായം പലരും ഇവിടെ പറഞ്ഞു കേട്ടു. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത്തവണ കേരളത്തിൽ നമ്മൾ ഈ ഒരു ആന്റി ഇൻകംബൻസി ഫാക്ടർ ഉണ്ടായിരുന്നില്ലേ? അതിനൊരു മാധ്യമപ്രവർത്തനം അങ്ങനെയൊക്കെ അറിയില്ലേ? ഇവിടെ നമ്മൾ ചർച്ച ചെയ്തത് കേന്ദ്രത്തിന്റെ വിഷയങ്ങൾ മാത്രമല്ല, അതിലുപരി ആന്റി പിണറായി വേവ് ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഉണ്ടാകാം. അത് അങ്ങ് പറഞ്ഞ അങ്ങയുടെ ആ ഒരു ഇത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, സാധാരണക്കാർക്ക് മാവേലി സ്റ്റോറിൽ പോയാൽ അരി വാങ്ങാൻ കിട്ടുന്നില്ല, പഞ്ചസാര വാങ്ങാൻ കിട്ടുന്നില്ല. ഇവിടെ സർക്കാർ ജീവനക്കാർക്ക് ഏകദേശം 10-12% DA കൊടുക്കാൻ ബാക്കി കിടക്കുന്നു. അവർക്ക് ശമ്പളം മുടങ്ങുന്നു. ഇതൊക്കെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളല്ലേ? ശരിയാ. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുന്നത്? അതൊക്കെ എനിക്ക് തോന്നുന്നു ശ്രീ സലീം പടവൂറിനൊക്കെ അതിനകത്തൊക്കെ ഒരുപാട് റോളുണ്ട്. അവർക്കൊക്കെ കൃത്യമായിട്ട് ഇടപെടൽ നടത്തി ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. ഓക്കെ, സലീം മടവൂർ മറുപടി പറയേണ്ടിയിരിക്കുന്നു. ശ്രീജിത്ത്, സലീം മടവൂർ അതുപോലെ ഡോക്ടർ GV ഹരി പറഞ്ഞതിനൊക്കെ ഒരുപക്ഷെ അതിനെ ഖണ്ഡിക്കാൻ താങ്കൾക്കുണ്ടാവും. ഒരു ഒറ്റ കാര്യം കൂടി, കേരളത്തിൽ ഇനി ശ്രീജിത്ത് പണിക്കറാവോടാണ് ചോദ്യം. കേരളത്തിൽ ഇനി താമരക്കാലം ആണ് എന്ന് പറയുന്നു. ഈ വളർച്ച BJPക്ക് തുടർന്നും നിലനിർത്താൻ പറ്റുമോ? അതോ ഈ LDF UDF ആക്ഷേപിക്കുന്നത് പോലെ ഇതൊരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണോ? അല്ല, BJPയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരുപക്ഷെ അവർക്ക് കേരളത്തിൽ വിജയ സാധ്യത വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് കാണാൻ പറ്റുന്ന ഒന്നാണ് ഒരുപക്ഷെ തൃശ്ശൂരിലെ വിജയം. കാരണം കേരളത്തിൽ എന്തായാലും BJP താമര വിരിക്കാൻ പോകുന്നില്ല എന്നായിരുന്നു മറ്റ് രണ്ട് മുന്നണികളും പറഞ്ഞിരുന്നത്. പക്ഷെ അതിന് BJP ആത്മാർത്ഥമായിട്ട് ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. സുരേഷ് ഗോപി എന്താണോ തൃശ്ശൂരിൽ ചെയ്തത് അത് ഒരുപക്ഷെ മറ്റു മണ്ഡലങ്ങളിലും അവർ ചെയ്യേണ്ടതാണ്. അതായത് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും അതേപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ആണെങ്കിലും പരാജയപ്പെടുന്നു. അദ്ദേഹം പതിവായിട്ട് 3-ാം സ്ഥാനത്ത് വരുന്നു. പക്ഷെ ആ സമയത്തൊന്നും തന്നെ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റിലേക്ക്, ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സ്വന്തം ജില്ലയായിട്ടുള്ള തിരുവനന്തപുരത്തെ ഒരു സാധ്യത കൂടിയ സീറ്റിലേക്കൊന്നും തന്നെ അദ്ദേഹം മാറിയില്ല. നേരെ മറിച്ച് ആ മണ്ഡലം കേന്ദ്രീകരിച്ച് തന്നെ അദ്ദേഹം പ്രവർത്തിച്ചു എന്നുള്ളത് ഒരുപക്ഷെ മറ്റുള്ള BJPക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ BJP നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി നിർണയം എങ്ങനെയാണ് ഒരു വ്യക്തി മണ്ഡലത്തിൽ ചിരപരിചിതനായി മാറുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. രണ്ട്, സ്വന്തം നിലയ്ക്ക് പോലും അദ്ദേഹം പലപ്പോഴും പല വിഷയങ്ങളിൽ ഇടപെട്ടു. നമുക്കറിയാം, ഇപ്പോൾ പാർട്ടിയുടെ പിന്തുണയോട് കൂടിയിട്ടും പിന്തുണ ഇല്ലാതെയും ചെയ്തിരിക്കുന്ന വിഷയങ്ങളുണ്ട്. ഇപ്പോൾ പാർട്ടിയുടെ തന്നെ പിന്തുണയോടുകൂടി അദ്ദേഹം കരുവന്നൂർ ബാങ്കുമായിട്ടുള്ള ആ ഒരു പ്രശ്നത്തിൽ അദ്ദേഹം ഇടപെട്ടു. സ്വന്തം നിലയിൽ അദ്ദേഹം ഇടപെട്ടിരിക്കുന്ന വിഷയങ്ങളുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ പൂരം നമുക്കറിയാം, ആ ഒരു വിഷയം ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഇടപെടൽ എങ്ങനെയാണ് എന്നുള്ളത്. അതിനെപ്പോലും മറ്റുള്ള ആൾക്കാരൊക്കെ തന്നെ വിമർശനാത്മകമായിട്ടാണ് അതിനെ സമീപിച്ചത്. അത് തന്നെയുമല്ല, ശക്തൻ മാർക്കറ്റ് നവീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രഖ്യാപനമുണ്ടായിരുന്നു, 1 കോടി രൂപ അവിടെ നൽകും എന്ന്. പക്ഷെ അദ്ദേഹം ആ തെരഞ്ഞെടുപ്പിൽ 2021 പരാജയപ്പെട്ടെങ്കിലും അദ്ദേഹം പറഞ്ഞത്, ഞാൻ MP ഫണ്ട് ഉപയോഗിച്ചിട്ടോ അതല്ലെങ്കിൽ എൻ്റെ കുടുംബ ട്രസ്റ്റിൽ നിന്നുള്ള പണം ഉപയോഗിച്ചിട്ടോ ആ 1 കോടി രൂപ തരും എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കണ്ടതാണ് അദ്ദേഹം അവിടെ മേയറെ പോയി കണ്ട് പണം കൈമാറുന്നതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും എല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. അപ്പൊ സ്വന്തം നിലയ്ക്ക് കാര്യങ്ങൾ ഇടപെടുന്നു. ആ ഒരു മണ്ഡലത്തിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ അതിൽ ഇടപെടാനായിട്ട് അദ്ദേഹത്തിന് കഴിയുന്നു. ഇതും ഒരുപക്ഷെ BJPക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക, അവിടെയുള്ള പ്രശ്നങ്ങളിൽ സജീവമായിട്ട് ഇടപെടുക എന്നുള്ളത് പ്രധാനമാണ്. പിന്നെ എങ്ങനെയാണ് ഒരു വിന്നബിലിറ്റി അവിടെ കാണിക്കുക, എന്തുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണം എന്നതിനെ പറ്റി ഒരു യുണീക് സെല്ലിംഗ് പോയിന്റ് ഓരോ സ്ഥാനാർത്ഥിക്കും ഉണ്ടാകേണ്ടതാണ്. ആരാണ് എൻ്റെ കോർ വോട്ടർ ബേസ് എന്നതിനെ പറ്റി കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാക്കണം. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ കൃത്യമായിരുന്നു. അദ്ദേഹം ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഒരിക്കലും മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയം കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്ന ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ള രീതിയിലായിരുന്നില്ല. അദ്ദേഹം സ്ത്രീകളെയും യുവാക്കളെയും ഫസ്റ്റ് ടൈം വോട്ടർമാരെയും ഒക്കെ തന്നെയാണ് സ്വാധീനിച്ചിരുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഒരുപക്ഷെ പ്രധാനമന്ത്രി പങ്കെടുത്ത് സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ഒരു സമ്മേളനം പോലും അവിടെ ഉണ്ടായിരുന്നത്. നമ്മുടെ സ്ത്രീകളുടെ അവിടുത്തെ ഒരു വോട്ടർ ടേൺ ഔട്ടും നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചിട്ട് ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നിരന്തരം പ്രവർത്തിച്ചാൽ ഫലമുണ്ടാകും എന്നതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് സുരേഷ് ഗോപി. അപ്പൊ അതൊരു പക്ഷേ BJPക്കാർക്ക് മറ്റുള്ള പാർട്ടികളെക്കാൾ BJPക്കാർക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് മണ്ഡലത്തിൽ കൊണ്ടുപോയി സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞാലും അവിടെ ഒരു കാന്തം കണക്കെ വോട്ട് പിടിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ. പക്ഷേ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മലമ്പുഴയോ പാലക്കാടോ മത്സരിക്കുകയാണെങ്കിൽ അത് കഴിയുമ്പോൾ നമ്മൾ അവിടെ കാണുന്നില്ല. പിന്നെ നമ്മളൊരു പക്ഷേ കാണുന്നത് കഴക്കൂട്ടത്താണ്. കഴക്കൂട്ടത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ കാണുമെന്ന് ഉറപ്പില്ല. അതിനുശേഷം ചിലപ്പോൾ കാണുന്ന ആറ്റിങ്ങലാണ്. ആറ്റിങ്ങൽ വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കാണുന്നത് പിന്നെ ആലപ്പുഴയാണ്. ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് എവിടെയായിരിക്കും എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഒരാളിനെ ഒരു മണ്ഡലത്തിൽ നിർത്തി അവിടുത്തെ വിഷയങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം നൽകുക എന്നുള്ളത് പ്രധാനമാണ്. അത് ഒരു വ്യക്തിക്കല്ല, വളരെ നേരത്തെ തന്നെ ആരെയൊക്കെ ഏതൊക്കെ മണ്ഡലത്തിലാണ് നിർത്തുന്നത് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. അത് ഒരു വശം. രണ്ട്, ഇവിടെ നേരത്തെ പറഞ്ഞിരുന്ന പല കാര്യങ്ങൾ, അതിൽ ശ്രീ GV ഹരി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അതിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം,
അദ്ദേഹം വീണ്ടും ആവർത്തിക്കുന്നത് സഖ്യമുണ്ട് എങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സഖ്യമുണ്ടായതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് ഒരു പ്രീപോൾ അലയൻസ് ആണ്. പ്രീപോൾ അലയൻസുമായി ബന്ധപ്പെട്ട് അവർക്ക് നേരത്തെ തന്നെ ധാരണയുള്ളതാണ്, അല്ലാതെ ഇലക്ഷന് ശേഷം ഉണ്ടാക്കിയിരിക്കുന്നതല്ല. ഒരു അലയൻസിലേക്ക് ഒരു പാർട്ടി എത്തുന്നത് തന്നെ അവർക്കൊരു പക്ഷേ ശക്തിയില്ല എങ്കിൽ മറ്റുള്ള ഒരു ശക്തിയുള്ള ഒരു പാർട്ടിയോട് കൂടി ചേർന്നിട്ട് അവിടെ അധികാരത്തിലേക്ക് വരിക എന്നുള്ള താല്പര്യത്തിനാണ്, അല്ലാതെ വെറുതെ ആളെ കൂട്ടുന്നതിന് വേണ്ടിയിട്ടല്ല അത് ചെയ്യുന്നത്. ആ സഖ്യം പല സ്ഥലങ്ങളിലും ഭരിക്കുന്നുമുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ആന്ധ്രാപ്രദേശിൽ ഇപ്പോൾ അധികാരം പിടിച്ചിരിക്കുന്നത് തെലുങ്കുദേശം പാർട്ടി പ്ലസ് BJP ആണ്. അവിടെയും ഈ സഖ്യമാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. ബീഹാറിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതേപോലെ തന്നെയാണ്. അപ്പോൾ ആ സഖ്യം എന്ന് പറയുന്നതിൽ അപ്പുറത്തുള്ള ഒരു പാർട്ണറെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ണറെ വിശ്വസിക്കുക, വിശ്വാസത്തിലെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ചോദിക്കുന്നത്, ഇന്ത്യ സഖ്യം എന്ന് പറയുന്നതിനകത്തിൽ എങ്ങനെയാണ് അപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിക്കുക? നിങ്ങൾ അവിടെ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണോ? അതോ മമതാ ബാനർജിക്ക് നിങ്ങളോടുള്ള പെരുമാറ്റം പോലെ മറ്റുള്ള ആൾക്കാരും ചെയ്യും എന്നുള്ള ഭീതിയാണോ? നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ നിതീഷ് കുമാർ എന്നൊക്കെ പറയുന്ന ആള് അല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡു ഒക്കെ ഇതിനേക്കാൾ ഉയരം കൂടിയിരിക്കുന്ന വേലികളൊക്കെ തന്നെ ചാടിയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു പ്രീപോൾ അലയൻസ് ഉണ്ട്. തന്നെയുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറുകണ്ഠം ചാടിക്കഴിഞ്ഞാൽ ഈ രണ്ട് നേതാക്കളെയും കൊണ്ടുപോയി കഴിഞ്ഞാലും അവിടെ സീറ്റ് എണ്ണം തികയില്ല. പിന്നെ വീണ്ടും ആൾക്കാരെ കൊണ്ടുപോകണം. ഇപ്പം തന്നെ നമ്മൾ കണ്ടു 7 ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ്സ് BJPക്ക് പിന്തുണ നൽകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു സുസ്ഥിര സർക്കാർ എന്ന് പറയുന്നത് മറുകണ്ഠം ചാടിക്കഴിഞ്ഞാൽ സാധ്യമല്ല എന്നുള്ളതിനെ പറ്റി മറ്റാരെക്കാളും തിരിച്ചറിവുണ്ടാകുന്നത് ഈ നേതാക്കൾക്കായിരിക്കും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. 2, കോൺഗ്രസിന് ഒരു വലിയ നേട്ടമായിട്ട് അദ്ദേഹം പറഞ്ഞതാണ്. തീർച്ചയായിട്ടും സീറ്റ് വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. 99 സീറ്റിലേക്ക് എത്തുന്ന സമയത്ത് അത് കോൺഗ്രസിന്റെ മാത്രം നേട്ടമല്ല, അത് വീണ്ടും സഖ്യത്തിന്റെ നേട്ടമാണ്. സഖ്യമില്ലായിരുന്നുവെങ്കിൽ ഉത്തർപ്രദേശിൽ എത്ര സീറ്റ് കോൺഗ്രസിന് കിട്ടുമായിരുന്നു? സഖ്യത്തോടു കൂടി എത്ര സീറ്റുകളാണ് കിട്ടിയത് എന്നുള്ളത് നമുക്കറിയാം. നേരെ മറിച്ച് സഖ്യമില്ലായിരുന്നുവെങ്കിൽ എത്ര കിട്ടുമായിരുന്നു? എന്ന് വെച്ചാൽ കോൺഗ്രസ് ഈ പറയുന്ന 99 സീറ്റുകൾക്കും സഖ്യത്തിൻ്റെതായിട്ടുള്ള പിൻബലമുണ്ട്, ചില അപൂർവം ചില സംസ്ഥാനങ്ങളിൽ ഒഴികെ. എന്ന് പറഞ്ഞാൽ വീണ്ടും മറ്റുള്ള സഖ്യത്തിന് വേണ്ടി നിങ്ങൾ കാത്തു നിന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അത് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ഓരോ മണ്ഡലത്തിലെയും ഡെപ്പോസിറ്റ് അല്ല. ഈ 99 മണ്ഡലങ്ങളിലും കോൺഗ്രസ് ഒന്നിച്ചാണ് മത്സരിക്കുന്നത്, ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് എങ്കിൽ അവരിത് ജയിക്കുമായിരുന്നില്ല, ഇത്രയും സീറ്റ് അവർക്ക് കിട്ടുമായിരുന്നില്ല. പിന്നെ ദേശീയ രാഷ്ട്രീയത്തിലെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2014-ലും 2019-ലും BJP മത്സരിക്കുന്നത് വിവിധങ്ങളായിട്ടുള്ള BJP വിരുദ്ധ കക്ഷികൾക്കെതിരെയാണ്. ആ വോട്ട് കൺസോളിഡേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഇപ്പോൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും BJPക്ക് ക്ഷീണം ഉണ്ടാകും. BJPയുടെ സീറ്റുകൾ കുറയണം. അത് എന്താ നമ്മൾ ഈ പറഞ്ഞ പോലെ നോർമൽ അരിത്തമെറ്റിക് ആണ്. ആ അരിത്തമെറ്റിക് ആണ് ഇവിടെ വർക്ക് ചെയ്തിരിക്കുന്നത്. അത് ഓൾ അഗെയിൻസ്റ്റ് 1 എന്നാണ്. എന്നിട്ട് പോലും നമ്മൾ ഈ പറയുന്ന കോൺഗ്രസ് പ്ലസ് SP പ്ലസ് BSP പ്ലസ് എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞു കഴിഞ്ഞാലും അവർ മൊത്തം നേടിയിരിക്കുന്ന സീറ്റിനേക്കാൾ കൂടുതൽ BJP ഒറ്റയ്ക്കും നേരിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രതിപക്ഷം സഖ്യം എന്ന് പറയുന്നത് BJP വിരുദ്ധ വോട്ടുകൾ എല്ലാം സമാഹരിച്ച് ശക്തി തെളിയിക്കുക എന്ന രീതിയിലേക്ക് വന്ന് ഫോം ചെയ്ത് അവരേറെക്കുറെ ഒറ്റ മനസ്സോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ നിന്നതിന് ശേഷം അവർക്ക് കിട്ടിയിരിക്കുന്ന പരമാവധി എന്ന് പറയുന്നത് പോലും വിജയത്തിലേക്ക് എത്തുന്നില്ല. അത് BJPയുടെ മാത്രം ടാലിയുടെ അടുത്തേക്ക് എത്തുന്നില്ല എന്ന് പറയുമ്പോൾ ഈ 99 സീറ്റിനേക്കാൾ അല്ലെങ്കിൽ ഈ 235 സീറ്റിനേക്കാൾ എത്രയും വലുതാണ് ഈ പറയുന്ന 240 സീറ്റ് ഒറ്റയ്ക്കൊരു കക്ഷി നേടുന്നതും കേവല ഭൂരിപക്ഷം ഒരു മുന്നണിക്ക് കിട്ടുകയും എന്ന് ചെയ്യുന്നത് വളരെ പ്രധാനം. 2, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് ഉണ്ടാവുക. തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവ് ഉണ്ടാവുക എന്ന് പറയുന്നത് സുസ്ഥിരമായിട്ടുള്ള ഒരു ജനാധിപത്യ വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. പക്ഷേ മുമ്പ് പ്രതിപക്ഷ നേതാവ് നിങ്ങൾക്ക് ഇല്ലായിരുന്നു എന്ന് പറയുന്നത് BJP നിങ്ങളോട് കാണിച്ചിരുന്ന എന്തെങ്കിലും ഒരു ക്രൂരത കൊണ്ടല്ല. ഈ നാട്ടിലുള്ള ആൾക്കാർ നിങ്ങൾക്ക് മതിയായ സീറ്റുകൾ നൽകിയില്ല എന്നുള്ളത് കൊണ്ടാണ്. അത് BJPയുടെ കുഴപ്പമായിരുന്നില്ല. ഇന്ന് നാട്ടുകാർക്ക് കുറച്ചുകൂടി വിശ്വാസം ആർജിച്ച സമയത്ത് അത് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് കഴിഞ്ഞ തവണ പ്രതിപക്ഷം ഇല്ലാതിരുന്നു എന്നൊരവസ്ഥയുണ്ടോ? ഇപ്പൊ പാർലമെന്റിൽ പാസ്സാക്കിയിരിക്കുന്ന ഇരുസഭകളിലും പാസ്സാക്കിയിരിക്കുന്ന നിയമങ്ങളെ പോലും തെരുവിൽ എതിർത്ത് തോൽപ്പിക്കാനുള്ള സമരങ്ങൾക്ക് കൂട്ടുനിന്നിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രതിപക്ഷം ഉണ്ടായിരുന്നു, പാർലമെന്റിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവ് ഒരുപക്ഷെ ലോക്സഭയിൽ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനി പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥാനത്തിന് പ്രാധാന്യമുണ്ട്. ഒരുപക്ഷെ അവിടെ പല ചർച്ചകളും നടക്കുന്ന സമയത്ത് ആ ചർച്ചയിൽ സമയം അലൊക്കേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പ്രാധാന്യമുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ പല സമിതികളുമായി ബന്ധപ്പെട്ട് പല നിയമനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പ്രാധാന്യമുണ്ട്. പക്ഷേ വീറ്റോ ഇല്ല എന്നുള്ളത് ഓർക്കണം. വീറ്റോ അധികാരമൊന്നുമില്ല. എന്ന് വെച്ചാൽ എങ്ങനെയാണോ ഒരു കമ്മിറ്റി ഫോർമുലേറ്റ് ചെയ്യുന്നത് ആ കമ്മിറ്റിയിൽ ഇപ്പോഴും ഒരു പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുകൊണ്ട് മാത്രം എന്തെങ്കിലും ഒരു കാര്യം മുടങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാര്യമില്ല. പക്ഷെ പ്രതിപക്ഷ നേതാവ് ഉണ്ടാവുക എന്ന് പറയുന്നത് ചെറുതായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന കാര്യത്തിൽ ഞാൻ താങ്കളോടൊപ്പമാണ്. ഇനി താങ്കൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പ്രധാനമന്ത്രിയുടെ ഭൂരിപക്ഷം കുറഞ്ഞതിനെ പറ്റിയാണ്. നേരാണ്, അവിടെ പല കാരണങ്ങളുണ്ട്. UPയിൽ മൊത്തത്തിലുള്ള നിരവധി കാരണങ്ങളുണ്ട്. വാരണാസിയിൽ നേരത്തെ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന നേരത്തെ ഒരുപക്ഷെ വളരെ സജീവമായിട്ട് ചർച്ച ചെയ്യാതിരിക്കുന്ന രീതിയിലുള്ള പല കാരണങ്ങളുമുണ്ട്. ഒരുപക്ഷെ BJPയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്ന ചില പ്രസ്താവനകൾ, ഉദാഹരണത്തിന് വളരെ വ്യാപകമായിട്ട് കോട്ട് ചെയ്യപ്പെട്ടതാണ് BJPയുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദ
RSSന്റെ ഒരു പക്ഷേ പിന്തുണ ഇല്ലാതെ തന്നെ വേണമെങ്കിൽ BJPക്ക് സ്വയം വിജയത്തിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള ഒരു കാര്യം ആർജിച്ചു എന്ന രീതിയിലത്തേക്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് വളരെ വ്യാപകമായിട്ട് പിന്നെ നമ്മുടെ നാട്ടിലുള്ള പ്രതിപക്ഷ സഖ്യം തന്നെ ഉപയോഗിച്ചതാണ്. അപ്പോൾ അത് RSS അതിനകത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഒരുപക്ഷെ BJP തന്നെ ആത്മപരിശോധന നടത്തേണ്ടതാണ് എന്നുള്ളത് ഒരു വസ്തുതയുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രതിപക്ഷം അവിടെ ഉണ്ടായിരുന്നു. പ്രതിപക്ഷത്തിന് അവരുടേതായിട്ടുള്ള ഒരു പിന്നെ നേതാവ് ഉണ്ടായിരുന്നു ലോക്സഭയിൽ. പ്രതിപക്ഷ നേതാവ് എന്ന ഔദ്യോഗികമല്ല. ആ പ്രതിപക്ഷ നേതാവിന് എന്താ സംഭവിച്ചത്? അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവിന് എന്താണ് സംഭവിച്ചത്? ശ്രീ GV ഹരി അധീർ രഞ്ജൻ ചൗധരി ആയിരുന്നു. അതെ, അധീർ രഞ്ജൻ ചൗധരി ജയിച്ചോ? അധീർ രഞ്ജൻ ചൗധരി പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, പരാജയപ്പെടുത്തിയതാരാ? നിങ്ങളുടെ മുന്നണിയിൽ ഈ 235ന്റെ കൂടെ ഉണ്ട് എന്ന് നിങ്ങൾ ധരിക്കുന്ന മമതാ ബാനർജിയാണ്. അതെ. മമതാ ബാനർജി ആരെ കൊണ്ടാണ് പരാജയപ്പെടുത്തിയത്? രാഷ്ട്രീയത്തിൽ യാതൊരു വിധത്തിലുള്ള അരങ്ങേറ്റവും ഇല്ലാതിരുന്ന് ഇപ്പോൾ അരങ്ങേറ്റം കുറിച്ചിരിക്കുന്ന യൂസഫ് പഠാൻ എന്ന് പറയുന്ന പഴയ ക്രിക്കറ്റർ. അപ്പോൾ ഒരു ക്രിക്കറ്ററായിട്ടുള്ള ഒരാളിന്റെ വ്യക്തിപ്രഭാവത്തിന് മുന്നിൽ പോലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ വലിയ ഭൂരിപക്ഷത്തിൽ, എനിക്ക് തോന്നുന്ന 60,000 70,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെട്ടയാളാണ് പ്രതിപക്ഷത്ത് നിന്ന് കോൺഗ്രസിന് ലോക്സഭയിൽ ഉണ്ടായിരുന്ന നേതാവായിരുന്ന അധീർ രഞ്ജൻ ചൗധരി. മറ്റുള്ള എത്രയോ നേതാക്കന്മാർ, ഇപ്പം സ്മൃതി ഇറാനി, ശരിയാണ്, സ്മൃതി ഇറാനിയെ പറ്റി പരക്കെ വ്യാപകമായിട്ട് ഒരുപക്ഷെ BJP കേഡറിൽ അവർ പരസ്യമായിട്ട് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഉണ്ടായിരുന്ന ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അവർ വളരെ അരഗന്റ് ആണ് എന്നുള്ളതാണ്. ആ അരഗൻസിന്റെ ഒരു പരിധി വരെ നമ്മളെല്ലാവരും കണ്ടതുമാണ്. കാരണം തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ജയിക്കുന്നു, ശരിയാണ്, രാഹുൽ ഗാന്ധി ആ സമയത്ത് കളിയാക്കുന്നു. പക്ഷേ നിരന്തരമായിട്ട് 5 വർഷം തുടർച്ചയായിട്ട് അത് ചെയ്യേണ്ടുന്ന കാര്യമില്ല, വെല്ലുവിളിക്കേണ്ടുന്ന കാര്യമില്ല. മറ്റൊരു സ്ഥാനാർത്ഥി അവിടെ വന്നു കഴിഞ്ഞാൽ അത് അവരുടെ സേവകരാണ് എന്ന രീതിയിലത്തേക്ക് പറയേണ്ടുന്ന കാര്യമില്ല. അതൊക്കെ തീർച്ചയാണ്. അതൊന്നും തന്നെ ഒരു ജനാധിപത്യ ക്രമത്തിൽ നല്ല കാര്യവുമല്ല. അപ്പൊ അങ്ങനെ പല കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ അവർ മാത്രമല്ല പരാജയപ്പെട്ടിരിക്കുന്നത്, ഏതാനും മന്ത്രിമാരല്ലാതെയും പരാജയപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസ് നിരയിൽ കോൺഗ്രസിന്റെ എക്കാലത്തെയും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ദിഗ്വിജയ് സിംഗ് ജയിച്ചോ? കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ആനന്ദ് ശർമ്മ ജയിച്ചോ? അതേപോലെ തന്നെ കോൺഗ്രസിന് എല്ലാ കാലവും വളരെ പ്രിയപ്പെട്ട, പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്തൊക്കെ തന്നെ ആർട്ടിക്കിൾ 370യുമായി ബന്ധപ്പെട്ട് വളരെ പ്രിയപ്പെട്ട ഒമർ അബ്ദുള്ള ജയിച്ചോ? അതുപോലെ തന്നെ പിന്നെ നമ്മുടെ മെഹബൂബ മുഫ്തി ജയിച്ചോ? ഇല്ല. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഭൂപേഷ് ബാഗൽ അദ്ദേഹം ജയിച്ചോ? ഇല്ല. കമൽനാഥിന്റെ മകൻ ജയിച്ചോ? ഇല്ല. അപ്പൊ അങ്ങനെ നോക്കിയാൽ ഇതൊക്കെ പീപ്പിൾസ് മാൻഡേറ്റ് ആണ്. കുറെ ആൾക്കാർ ജയിക്കും, കുറെ ആൾക്കാർ തോൽക്കും, ഭൂരിപക്ഷം കുറയും കൂടും, ഇതൊക്കെ സംഭവിക്കും. അപ്പൊ ഇതിനൊന്നും തന്നെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു അസംഷനിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്ന കാര്യമല്ല. കോൺഗ്രസ് ഇവിടെ ചെയ്യേണ്ടത് ആത്മപരിശോധനയാണ്. ഒപ്പം ഒരു കാര്യം ശ്രീ സലീം മടവൂർ ഇവിടെ പറഞ്ഞു, ഈ മുന്നണികളെയൊക്കെ പിളർത്തിയെടുക്കുക. അതിനൊരു കൃത്യമായിട്ടുള്ള ഉദാഹരണം ശ്രീ അനിൽ നമ്പ്യാർ അന്നേരം തന്നെ ചോദിച്ചു. ഞാൻ ചോദിക്കുന്നത് കേരള കോൺഗ്രസ് മാണിക്ക് എന്താ സംഭവിച്ചത്? ചിഹ്നത്തിന് വേണ്ടിയിട്ടുള്ള അടി നടന്നത് എവിടെയാണ്? എന്തിന്റെ പേരിലാണ്? ഇനി അവിടെ നിന്ന് ഇവിടെ വന്ന് മത്സരിക്കുന്ന ഒരാളിനെ, അല്ലെങ്കിൽ പിന്നെ അമിത്ഷായുടെ ആ ഒരു പ്രസ്താവന, തമിഴ് CM ശരിയാണെന്ന് ഞാനും കരുതുന്നില്ല. ആ രീതിയിലത്തേക്കൊന്നും പറയേണ്ടുന്ന ഒരു കാര്യവും നമ്മുടെ രാഷ്ട്രീയത്തിലില്ല. പക്ഷെ അത് പറയാത്ത ആളാണോ ഇടതുപക്ഷം? വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി വന്ന് മത്സരിക്കുന്ന സമയത്ത് ഇവിടെ CPMന്റെ മുഖപത്രമായിട്ടുള്ള ദേശാഭിമാനി പപ്പു സ്ട്രൈക്ക് എന്നല്ലേ പറഞ്ഞേ? പപ്പു സ്ട്രൈക്ക് എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് ഞങ്ങൾക്കത് ജാഗ്രത കുറവുണ്ടായി എന്ന രീതിയിലത്തേക്ക് പറഞ്ഞു. വയനാടൻ ചുരം കയറാൻ വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ വെളിയിൽ നിന്ന് ഒരാൾ ഇവിടെ വലിയ ബുദ്ധിമുട്ടി നിങ്ങൾ വരുന്നത് എന്തിനാണ് എന്ന രീതിയിലത്തേക്ക് ചോദിച്ചു. അതേപോലെ ആത്മപരിശോധന നടക്കുന്നതുമായി ബന്ധപ്പെട്ട് താങ്കൾ പറഞ്ഞു, ആത്മപരിശോധന നടത്തി നിലപാട് മാറ്റിയിട്ടില്ല, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ നിലപാട് എടുത്തിരിക്കുന്ന നിലപാടുകൾ മാറ്റുന്നില്ല. ശബരിമലയിൽ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി കിട്ടിയ ശേഷം നിലപാട് മാറ്റിയില്ലേ? ഇപ്പോഴും ആ കോടതി വിധി അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും ശബരിമലയിലെ നിങ്ങളുടെ നിലപാട് നിങ്ങൾ മാറ്റിയിട്ടില്ലേ? അപ്പൊ ഇതൊക്കെ തന്നെ തരാതരം എന്തെങ്കിലും പറഞ്ഞു നിൽക്കാം എന്നുള്ളതല്ലാതെ ആൾക്കാർക്കറിയാം ഇതിൽ പ്രശ്നമുണ്ട് എന്ന്. പിന്നെ ഒറ്റ കാര്യം കൂടെ പറഞ്ഞു നിർത്താം. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്തെങ്കിലും രീതിയിലുള്ള ഒരു പുനഃപരിശോധന നടത്തുന്നുവെന്നോ എന്നുള്ള രീതിയിലത്തേക്കൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആരോടാണ് പറയുന്നത്? ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ തന്നെ, അതിന്റെ പ്രചരണ സമയത്ത് തന്നെ 2 മാധ്യമ പ്രവർത്തകർ മുഖ്യമന്ത്രിയോട് ചോദിച്ചിരുന്നു, ഇത് സംസ്ഥാനത്തെ സർക്കാരിന്റെ ഭരണത്തിന്റെ വിലയിരുത്തലാണോ? നിങ്ങൾക്ക് രാഷ്ട്രീയം അറിയില്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. രണ്ടാമതൊരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചിരുന്നു, താങ്കൾ ആത്മപരിശോധനയ്ക്ക് തയ്യാറാകുമോ? നിങ്ങൾ മാധ്യമ പ്രവർത്തകർ കാണിക്കുന്ന ചെറ്റത്തരത്തിന് ഞാൻ എന്തിന് ആത്മപരിശോധന നടത്തണം എന്ന് ചോദിച്ച മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നത് എന്താണ്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാമെന്ന്. പിന്നെ ഒറ്റ അപേക്ഷയുള്ളൂ, ഒരു മാൻഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ആർക്കാണെങ്കിലും ജനാധിപത്യ വ്യവസ്ഥയിൽ അംഗീകരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. തൃശൂർ നിവാസികളായിട്ടുള്ള ആൾക്കാരെ വർഗീയവാദിയായിട്ടുള്ള കക്ഷിയുടെ പ്രതിനിധിക്ക് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ആ ഒരു സമീപകാലത്ത് നിങ്ങൾക്ക് അവിടെ പച്ചപിടിക്കാൻ പറ്റില്ല. കാരണം ആ രീതിയിലത്തേക്കായിരിക്കും ആൾക്കാരത് കരുതുക. ബഹുമാനത്തോടുകൂടി തലകുനിച്ച് ആ വിധിയെ സ്വീകരിക്കുക. എന്താണ് കോട്ടം പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ മാറ്റാനായിട്ട് പ്രവർത്തിക്കുക എന്നതിനപ്പുറത്തേക്ക് വർഗീയവാദിക്ക് വോട്ട് ചെയ്യുന്നവൻ വർഗീയവാദിയാണ് എന്ന് വെച്ചാൽ അങ്ങനെ മാൻഡേറ്റ് കൊടുത്തിരിക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ വർഗീയവാദിയാണ് എന്ന നിലയ്ക്ക് ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള ആൾക്കാരെ
ഇകഴ്ത്തി കാണിക്കരുത്, അത് തെറ്റാണ് എന്നുള്ളത് താങ്കളെ വിനീതമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ വോട്ട് കുറഞ്ഞു, നിങ്ങളുടെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു എന്നതുകൊണ്ട് മറ്റൊരാൾ വർഗീയവാദിയായി മാറുന്നില്ല. നമ്മുടെ നാട്ടിലെ പ്രബുദ്ധ ജനത എന്ന് നിങ്ങൾ എല്ലായ്പ്പോഴും പറയുന്നതാണ്. അത് തൃശ്ശൂരിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ തെറ്റുകൾ തിരുത്തുക. സലീം മടവൂർ, 3 മിനിറ്റ് മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ഒറ്റ കാര്യം എനിക്ക് ചോദിക്കാനുള്ളൂ. ഡോക്ടർ ജി വി ഹരി ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ഇടതുമുന്നണിയുടെ വോട്ടുകളിലല്ലേ ചോർച്ച ഉണ്ടായിരിക്കുന്നത്? അല്ല, അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ. ആ ഇലക്ഷന്റെ ഈ വിലയിരുത്തല് തൃശ്ശൂര് നമ്മൾ പാർലമെന്റിലേക്കുള്ള വോട്ടിംഗ് പാറ്റേണും നിയമസഭയിലേക്കുള്ള വോട്ടിംഗ് പാറ്റേണും രണ്ട് തന്നെയാണ്. അപ്പൊ അവിടെ 75,000 വോട്ട് രണ്ട് തരത്തിൽ അത് വിലയിരുത്താം. 2014 UDF കിട്ടിയത് 3,50,982 അത് പ്രാവശ്യം 3,28,000 ചുരുങ്ങി അങ്ങനെ കണക്കാക്കാം. അത് ഒരു വാദമായിട്ട് ഉന്നയിക്കാം. അതേപോലെ LDF 3,89,000 ഉള്ളത് 3,37,000 കുറച്ച് വോട്ട് അധികം കുറഞ്ഞു. അത് അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യമാണ്, പരിശോധിക്കപ്പെടേണ്ടതാണ്. അല്ലാതെ നിയമസഭയിലെയും പാർലമെന്റിലെയും വോട്ട് രണ്ടാണ്, അത് വ്യത്യാസമുണ്ട്. അതിപ്പോ ഞാൻ ഉൾക്കൊള്ളുന്ന കൊടുവള്ളി നിയോജക മണ്ഡലത്തിൽ MK മുനീർ വിജയിച്ചിരിക്കുന്ന 6,000 ചില്ലാണം വോട്ടിനാണ്. എന്നാൽ പാർലമെന്റിൽ ഇന്നലെ ശ്രീ MK രാഘവൻ പറയട്ടെ. അപ്പൊ അത് രണ്ട് പാർട്ടിയാണ്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ BJP പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ അവരെ ശ്രദ്ധപ്പെടുത്തിയാണ്. കാസർഗോഡ് BJPക്ക് 41,000 വോട്ട് വർദ്ധിച്ചു, കണ്ണൂരിൽ 51,000 വോട്ട് വർദ്ധിച്ചു, വടകരയിൽ 40,000 വോട്ട് വർദ്ധിച്ചു, വയനാട്ടിൽ 63,000 വോട്ട് വർദ്ധിച്ചു. പക്ഷേ കോഴിക്കോട് മത്സരിച്ചത് അവരുടെ സമുന്നതനായ നേതാവ് MT രമേശാണ്. അദ്ദേഹത്തിന് കേവലം 19,000 വോട്ട് മാത്രമാണ് വർദ്ധിച്ചത്. രമേശ് മോശക്കാരനല്ല, അദ്ദേഹം ഒരു മാന്യനായ രാഷ്ട്രീയക്കാരനാണ്. പക്ഷേ BJPയിലെ ഗ്രൂപ്പിസത്തില് നിലവിലുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ വിരുദ്ധപക്ഷത്തായതുകൊണ്ട് ശ്രീ MT രമേശിന് കിട്ടേണ്ട വോട്ട് BJPയുടെ കുറെ ആളുകൾ മറിച്ചു ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. BJP പരിശോധിക്കുക, എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലും മലബാറിൽ 50,000-നും 40,000 മുതൽ 65,000 വരെ വോട്ട് വർദ്ധിച്ച BJP എങ്ങനെയാണ് അവിടെ മാത്രം 19,000 മാത്രമായിട്ട് ചുരുങ്ങിയത്? അത് പരിശോധിക്കുമെന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. മറ്റൊരു കാര്യം കൂടെ, ശ്രീ സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിൽ ഒന്ന് മതത്തെ വല്ലാതെ ഉപയോഗിച്ചത് യാഥാർത്ഥ്യമാണ്. അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയ പ്രധാനമന്ത്രി ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിവാഹ ചടങ്ങിനാണ് വന്നതെങ്കിൽ കൂടി അതിനെ ക്ഷേത്രത്തെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ള വേദിയായി ഉപയോഗിച്ചു എന്നുള്ളത് വളരെ വലിയ സത്യമാണ്. അങ്ങനെ ആ രൂപത്തിൽ വോട്ട് ക്യാൻവാസ് ചെയ്യാനുള്ള ഒരു ശ്രമവും ഈ തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടുണ്ട്, അതില്ല എന്നൊന്നും പറയാനാവില്ല. അതോടൊപ്പം ഈ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ശ്രീ സുരേഷ് ഗോപി വ്യാപകമായിട്ട്, ഇപ്പൊ നമുക്കറിയാമല്ലോ BJPയുടെ പണമൊഴുക്ക്, ആ നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് ബൂത്ത് തൊട്ടിട്ട് എല്ലാ തലത്തിലും BJP വോട്ട് ഇറക്കിക്കൊണ്ട് വോട്ട് ചേർത്തൽ തൊട്ടിട്ട് അത്രമാത്രം പണം ചെലവ് ചെയ്തുകൊണ്ടുള്ള ഒരു വോട്ട് ക്യാൻവാസിംഗ് നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വോട്ടുകൾ അല്ലാതെ പിടിച്ചത്. അപ്പൊ ഇതൊക്കെ തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ്. അല്ല, ഇതിനൊക്കെ പ്രതിരോധിക്കാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിച്ചില്ല? ഇടതുമുന്നണി എന്ന സംവിധാനത്തിന് സാധിച്ചില്ല? അല്ല, ആ പ്രതിരോധം എന്ന് പറഞ്ഞാൽ അവിടെ 2 മുന്നണിയായിട്ടല്ലേ, 3 മുന്നണിയാണല്ലോ, ത്രികോണ മത്സരമാണല്ലോ. ആ ത്രികോണ മത്സരത്തിൽ വോട്ട് ഈ രൂപത്തില് അദ്ദേഹത്തിന്റെ പെട്ടിയിലേക്ക് പോയിട്ടുണ്ട്. പരിശോധിക്കുക. അതേപോലെ തന്നെ അവിടെ ഈ കഴിഞ്ഞ ദിവസത്തെ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രശ്നങ്ങളിലുള്ള അഭിപ്രായ പ്രയാസങ്ങളിൽ വിഷമുള്ള ചില ആളുകളുടെ വോട്ട്, ഇതെല്ലാം കൂടിയിട്ട് ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറി അവിടെ നടന്നിരിക്കുന്നു, ഒരു മാറ്റം വന്നിരിക്കുന്നു. അപ്പൊ അത് പരിശോധിക്കപ്പെടും. ഒരിക്കലും ഇതൊക്കെ അറിഞ്ഞിട്ടും തൃശ്ശൂരിൽ താമര വിരിയില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞ എന്തിനാണ് സലീം മടവൂർ? ഇതെല്ലാം അറിഞ്ഞിട്ടും എന്തിനാണ് തൃശ്ശൂരിൽ താമര വിരിയില്ല എന്ന് പറഞ്ഞത്? തൃശ്ശൂരിലെ ജനങ്ങൾ ഇത്തരം പ്രലോഭനങ്ങളെ അപ്പൊ അവര് വർഗീയവാദികളാണ്, പ്രലോഭനങ്ങൾക്ക് അടിപ്പെടുന്നവരാണ്. ഇപ്പൊ രണ്ട് ആരോപണങ്ങളാണ് ഇടതുമുന്നണിയുടെ പ്രതിനിധിയിൽ ഉണ്ടായത്. തൃശ്ശൂരുകാർ ദയവ് ചെയ്ത് അത് നോട്ട് ചെയ്യുക. നിങ്ങൾ വർഗീയവാദികളാണ്, നിങ്ങൾ പ്രലോഭനങ്ങൾക്ക് അടിപ്പെടുന്നവരാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ ഇവിടെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞില്ലേ, RSSന്റെ പിന്തുണ കിട്ടാത്തത് കൊണ്ടാണ് പ്രധാനമന്ത്രിക്ക് വോട്ട്, അതെന്താ നിങ്ങൾ ചോദിക്കാത്തത്? RSSന്റെ വോട്ട് കുറഞ്ഞതുകൊണ്ട് പോയത് കൊണ്ടാണ് JP നഡ്ഡയുടെ പ്രസ്താവന വോട്ട് പോയത് കൊണ്ടാണ്. അതെ, ഇറ്റ്സ് എൻ അസംഷൻ. അല്ല, അത് പരിശോധിക്കണമെന്നാണ് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞത്. മറ്റുള്ളവർ പറഞ്ഞാൽ അല്ല. ഓക്കെ, സലീം മടവൂർ, ചർച്ച അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ അഡ്വക്കേറ്റ് ശ്രീപത്മനാഭനോട് ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. ശ്രീപത്മനാഭൻ, കോഴിക്കോട് BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് കുറഞ്ഞതിലാണ് സലീം മടവൂരിന് ഇപ്പൊ ഏറ്റവും വലിയ വിഷമം. അല്ല, എല്ലാ മണ്ഡലത്തിലും ഒരേ സംഖ്യയിലാണ് വോട്ട് കൂടിയത്, അല്ലല്ലോ. ഒരു സ്ഥലത്ത് 40,000, ഒരു സ്ഥലത്ത് 30,000, ഒരു സ്ഥലത്ത് 55,000. അപ്പൊ അതിനൊക്കെ കാരണം പറയേണ്ടി വരില്ലേ?
അപ്പൊ പല നിയോജക മണ്ഡലങ്ങളിലും അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസൃതമായി വോട്ട് കൂടുകയിട്ടുണ്ട്. 2 മണ്ഡലത്തിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുന്നതാണ്. ഇപ്പൊ ഇവരുടെയൊക്കെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇവര് BJP-യുടെ വോട്ട് കൂടിയതും കുറഞ്ഞതും നോക്കി നടക്കുകയാണ്. കേരളത്തിൽ ഇടത് മുന്നണിക്ക് 2% വോട്ട് കുറഞ്ഞു, വലത് മുന്നണിക്കും 2% വോട്ട് കുറഞ്ഞു. എന്നാൽ BJP-ക്ക് കേരളത്തിൽ NDA-ക്ക് 4.5% വോട്ട് കൂടി. ഇത് ഇവര് മനസ്സിലാക്കണം. ഇതാണ് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച വോട്ട് ശതമാനത്തിലെ ഏറ്റവും വലിയ വ്യത്യാസം. ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ഇവർ തയ്യാറാവണമെന്നാണ് പറയാനുള്ളത്. യെസ്, എന്തായാലും NDA നേതാക്കൾ വെള്ളിയാഴ്ച രാഷ്ട്രപതിയെ കാണും. തൊട്ടടുത്ത ദിവസം തന്നെ മന്ത്രിസഭാ രൂപീകരണം ഉണ്ടാകും. പുതിയ സർക്കാർ അധികാരത്തിൽ ഏറും. ജനൻ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും.